ടി ജി പതിവില്ലാതെ ഒരു കൂട്ടം കടലാസൊക്കെ ഉണ്ടല്ലോ, എന്താ പരിപാടി? വല്ല ബോംബുമാണോ? അത് പതിവാണല്ലോ ഇടയ്ക്കിടയ്ക്ക് ബോംബുമായിട്ട് വരിക. അല്ല, ചിലപ്പോൾ തടിയ പുസ്തകങ്ങളായിരിക്കും. അല്ല, ആവശ്യത്തിന് ആയുധങ്ങൾ നമ്മൾ ഇത് MP ഫണ്ടിൻ്റെ വിനിയോഗം സംബന്ധിച്ച കണക്കുകൾ സംഘടിപ്പിച്ചതാണ്. അത് കൊള്ളാം. ഇലക്ഷന് ഇപ്പോൾ മിക്കവാറും 20 MP മത്സരിക്കുന്നത്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ BJP-ക്കാർ അവർ വളരെ മാന്യന്മാരാണ്. വ്യക്തിഹത്യ ചെയ്യില്ല. വ്യക്തിഹത്യ വേണ്ട, വികസനം ആണ് അജണ്ട. ശരി, വികസനത്തിന് എന്ത് ചെയ്തു എന്നെങ്കിലും ചോദിക്കണ്ടേ? അതെ അതെ, അതും കണക്ക് വെച്ച് ചോദിക്കണ്ടേ? വെറുതെ അങ്ങോട്ടൊരു ബഹളം വെച്ചാൽ പോരല്ലോ. അതിനകത്തെ ഒരു സാധനമാണ് MP ഫണ്ട്, MLA ഫണ്ട്. ഇതിൻ്റെ ഉത്ഭവം എങ്ങനെയാണെന്നറിയാമോ? ഒന്നാമത് ഈ വികസനം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് പലപ്പോഴും ചൊറിഞ്ഞു വരും. കാരണം ഈ വികസനം എന്ന സാധനത്തിൽ MP-ക്കോ MLA-ക്കോ യാതൊരു പങ്കുമില്ല, ഒരു പങ്കുമില്ല. ദേ ഹാവ് നോ റോൾ ഇൻ ഡെവലപ്മെൻറ്റ്. എല്ലാവരും അങ്ങനെയല്ല കരുതിയിരിക്കുന്നത്. എല്ലാവരും പറയുന്നു ഞാൻ അങ്ങനെ ചെയ്യും, മലമറിക്കുന്നു. നത്തിങ് ഡൂയിങ്. നിങ്ങൾക്ക് ചില പ്രോജക്റ്റുകൾ കൺസീവ് ചെയ്തിട്ട്, ഇപ്പോൾ എയിംസ് കേരളത്തിൽ വരണം, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അപ്പോൾ ശശി തരൂരിന് അത് തിരുവനന്തപുരത്ത് വരണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു സ്കീം തയ്യാറാക്കി അതിനുള്ള സ്ഥലം കണ്ടുപിടിച്ച് ചിലർ ഗ്രൗണ്ട് വർക്കൊക്കെ നടത്തിയിട്ട് കേന്ദ്ര ഹെൽത്ത് മിനിസ്ട്രിയെ അപ്രോച്ച് ചെയ്ത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഏത്തമിട്ട്, മന്ത്രിയേക്കാൾ കൂടുതൽ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് തീരുമാനിക്കുന്നത്. ഈ രാജ്യം ഭരിക്കുന്നത് ആരാണെന്ന് സുനിലിന് അറിയാം. 220 ഡെപ്യൂട്ടി സെക്രട്ടറിമാർ കേന്ദ്ര സർക്കാരിൽ, 220 ഡെപ്യൂട്ടി സെക്രട്ടറിമാരാണ് ഈ രാജ്യം ഭരിക്കുന്നത്. നരേന്ദ്രമോദിയൊക്കെ ഇങ്ങനെ ചില പോളിസീസ് അദ്ദേഹം തീരുമാനിക്കുന്നു. ഇവന്മാർ പാര വെച്ചാൽ വെച്ചതാണ്. മോദിക്ക് വളരെ വലിയ അതുകൊണ്ടാണ് മോദി വ്യാപകമായ ട്രാൻസ്ഫറും സംഗതിയും കേന്ദ്ര സർക്കാരിൽ നടത്തിയത്. സീനിയോറിറ്റി മറികടന്നു, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ എത്ര കേസുകളാണെന്നറിയാം ഉദ്യോഗസ്ഥന്മാരുടെ. കാരണം ഇവൻ എന്ത് ചെയ്താലും ഇവന് രക്ഷയില്ല, സിസ്റ്റം അങ്ങനെ നിൽക്കും. പണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് അഴിമതിക്കാരനായ ഒരു ഉദ്യോഗസ്ഥൻ, അവനെ പിരിച്ചുവിടണ്ടെന്ന് വിചാരിച്ചു. എവിടെ ഇട്ട് കഴിഞ്ഞാൽ അവൻ കാശുണ്ടാക്കും. അവനെ കടലിലെ തിരയെണ്ണാൻ ഏൽപ്പിച്ചു. ദിവസവും രാവിലെ അവിടെ പോവുക, എത്ര തിരയെന്ന് വൈകുന്നേരം റിപ്പോർട്ട് കൊടുക്കുക, അതിന് ശമ്പളം മേടിക്കുക. ഇവനെന്ത് ചെയ്യുന്നറിയാമോ? കടപ്പുറത്ത് പോയിരുന്നു. അപ്പോൾ ഈ മീൻ പിടിക്കാൻ പോകുന്നവർ വള്ളം ഇറക്കാൻ പോകുന്നു. പറഞ്ഞു വള്ളം ഇറക്കാൻ പറ്റില്ല. എന്താ? ഞാൻ തിര എണ്ണിക്കൊണ്ടിരിക്കുക, തിര മുറിഞ്ഞു പോകും. ഒരു തിര 2ആയിട്ട് എണ്ണേണ്ടി വരും, പ്രശ്നമാകും. ഇത് കടലിറങ്ങാൻ പറ്റില്ല. ഇവർ എൻ്റെ പൊന്ന് സാറ് എങ്ങനെയെങ്കിലും സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു 10 രൂപ എടു, 10 രൂപ മേടിച്ചിട്ട് അവൻ്റെ വള്ളം ഇറക്കും. ഇങ്ങനെ കാശുണ്ടാക്കി. ഇതുപോലെയാണ് ഈ സെക്രട്ടറിമാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭീകര സാധനങ്ങളാണ്. അപ്പം നരേന്ദ്രമോദി ചെയ്യുന്നത് ഇവനെ വേരോടെ അങ്ങോട്ട് പിഴുതിട്ട് വല്ല ബീഹാറിലും ഇങ്ങോട്ടെങ്കിലും അങ്ങ് തട്ടും ഈ ദുരിതത്തെ. എന്നിട്ട് പോലും പലപ്പോഴും പുള്ളി വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. അതാണ് ഇവരുടെ പവർ. അപ്പോൾ ഇവരോടൊക്കെ സംസാരിച്ച് പിടിച്ച് വേണം ഒരു എയിംസ് കൊണ്ടുവരാൻ. ഇതാണ് വേണമെങ്കിൽ ഒരു MP-ക്ക് ചെയ്യാവുന്ന കാര്യം. ഇത് സംഭവിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ 1993 നരസിംഹറാവു സർക്കാർ ഈ പഞ്ചായത്തി രാജ് ആക്ട് പാസ്സാക്കി. അത് ഭരണഘടനാ ഭേദഗതിയായിരുന്നു. രാജീവ് ഗാന്ധിയുടെ ഒരു സ്വപ്നമായിരുന്നു പഞ്ചായത്തി രാജ് ആക്ട്. ആ പാവം മരിച്ചുപോയി, തെരഞ്ഞെടുപ്പിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ നാച്ചുറലി നരസിംഹറാവു അത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ക്ലീനായിട്ട് ഭരണഘടനാ ഭേദഗതിയൊക്കെ ഉണ്ടാക്കി പാസ്സാക്കി. അതിലെ വ്യവസ്ഥ അനുസരിച്ചിട്ട് ഈ വികസനം എന്നൊക്കെ പറയുന്നത് അതൊരു ശരിയായ വാക്കല്ല. എന്നാലും ഞാനത് ഈ ഡെവലപ്മെൻറ്റ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തപ്പോഴാണ് വികസനം വന്നത്. വികസനം വരുന്നു എന്ന് പറയുന്ന പ്രയോഗം ശരിയല്ലല്ലോ. വികസിക്കുന്നു എന്ന് പറയാം. വികസനം വരാനായിട്ട് അതിനെന്താ കൈയും കാലും ഉണ്ടോ? വികസനം ചക്രമുണ്ടോ? ഒരു ജന്തുവാണോ? അത് യന്ത്രമാണോ? അതൊരു മ്ലേച്ഛമായ പ്രയോഗമാണ്. പക്ഷേ ഇംഗ്ലീഷിൽ ഡെവലപ്മെൻറ്റ്, ബ്രിങ്ങിങ് ഡെവലപ്മെൻറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് എന്നൊക്കെ പറയാം. മലയാളത്തിൽ അത് ശരിയല്ല. പക്ഷെ പ്രയോഗിച്ച് അതിപ്പോൾ എല്ലാവരും പ്രയോഗിക്കുന്നു. വികസനം വരും, വികസനം കൊണ്ടുവരും, വികസനം കൊണ്ടുവന്നത് ഞാനാണ്, ഇയാൾ തലച്ചുമടായിട്ട് വികസനം എന്ന് പറയുന്ന സാധനം ചുവന്നുകൊണ്ട് വന്നു എന്ന് തോന്നും. എനിവേ, ഓൾ ദോസ് ഫുളിഷ് തിങ്സ് ആർ ദെയർ, ബട്ട് ദാറ്റ് എ പാർട്ട്. ഈ MP-മാർക്ക് MLA-മാർക്ക്
രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഒരു പങ്കുമില്ലാതെയായി പഞ്ചായത്ത് രാജ് ആക്ട് വന്നപ്പോൾ. ബിക്കോസ് മണി ഈസ് ബീയിങ് ഡയറക്ട്ലി ട്രാൻസ്ഫർ ടു ദ കോർപ്പറേഷൻ, പഞ്ചായത്ത് എറ്റ്സെട്ര ഫ്രം ദ സെൻറ്റർ ആസ് വെൽ ആസ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെ വീതം സ്റ്റേറ്റ് കൊടുക്കും, സെൻറ്ററിൻ്റെ വീതം സെൻറ്റർ കൊടുക്കും. ഇത് ഓൾറെഡി ധനകാര്യ കമ്മീഷൻ തീരുമാനിച്ച വിഹിതവുമാണ്. ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല ഇവർക്ക്. അപ്പോൾ ഇവർ കുഴപ്പത്തിലായി. അയ്യോ ചേട്ടാ, നമുക്ക് ബോർഡ് വയ്ക്കാനൊരു സാധനം ഇല്ല എന്നൊക്കെ പറഞ്ഞു നരസിംഹറാവു ബഹളമൊക്കെ വെച്ചിട്ട് ഒരു എം പിക്ക് 2 കോടി രൂപ വെച്ച് എം പി ഫണ്ട് ഒരു വർഷം 2 കോടി രൂപ എം പി ഫണ്ട്. താമസിയാതെ MLA ഫണ്ട് എന്ന് പറഞ്ഞ് ബാക്കി സ്റ്റേറ്റ്സ് എല്ലാം വന്നു. കാരണം ഇവർക്ക് ആളാവണ്ടേ. അപ്പോൾ അങ്ങനെയാണ് ഈ എം പി ഫണ്ട്, VM സുധീരൻ്റെ എം പി ഫണ്ട് വഴി നിർമ്മിച്ച മൂത്രപ്പുര എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാഷണൽ ഹൈവേയിൽ കുത്തിയോടിനടുത്തൊരു സ്കൂളിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിരുന്നു. പിന്നെ അത് പ്രശ്നമായിട്ട് സുപ്രീം കോടതി പറഞ്ഞു ഇങ്ങനെ എഴുതിയൊന്നും വയ്ക്കരുത്, നാട്ടുകാരുടെ കാശാണ്, തൻ്റെ കാശൊന്നുമല്ല. അല്ല, ഇപ്പോൾ എഴുതി വെക്കുന്നുണ്ടല്ലോ പലയിടത്തും. എഴുതി വെക്കുന്നുണ്ട്, അത് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റിന് വിരുദ്ധമാണ്. പിന്നെ അത് കോർട്ട് ലക്ഷ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആര് ഇതിൻ്റെ പിന്നാലെ തൂങ്ങാൻ പോകുന്നു. അപ്പോൾ ഇങ്ങനെ എം പി ഫണ്ടും MLA ഫണ്ടും ഉണ്ട്. പക്ഷേ എം പി ഫണ്ടിൻ്റെ കൂടെ ബുദ്ധിമാനായ നരസിംഹറാവു കുറേ കണ്ടീഷൻസ് വെച്ചിരുന്നു. ഈ ഫണ്ട് നേരെ എം പിയുടെ കയ്യിൽ കിട്ടില്ല. ഈ ഫണ്ട് ജില്ലാ കളക്ടർ അടങ്ങുന്ന ഒരു സമിതിയുണ്ട്. ജില്ലാ കളക്ടറുടെ പേരിൽ ഈ ഫണ്ട് വരും. എം പി ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ട് ഈ സമിതിക്ക് കൊടുക്കണം. എന്നിട്ട് സമിതിയിൽ മറ്റംഗങ്ങളെ കൺവിൻസ് ചെയ്യണം. കാരണം ഈ പ്രോജക്റ്റ് കൊടുക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന വികസനം, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, പിന്നെ കൾച്ചറൽ ആൻഡ് അതർ ആക്ടിവിറ്റീസ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് കുറേ ഫ്ലെക്സിബിലിറ്റി ഒക്കെ വേണമെങ്കിൽ എം പിയുടെ അപ്പൂപ്പൻ്റെ ഒരു പ്രതിമയൊക്കെ ഉണ്ടാക്കിയൊക്കെ വയ്ക്കാം സമർത്ഥനാണെങ്കിൽ. ചിലരൊക്കെ അത് ചെയ്തിട്ടുമുണ്ട്. ഇച്ചിരി ഫ്ലെക്സിബിലിറ്റി നരസിംഹറാവു ഇട്ടുകൊടുത്തു. എന്തെങ്കിലും ജീവിച്ചു പോട്ടെ. പക്ഷേ ഫുൾ ഫണ്ട് അങ്ങനെ കൂട്ടടിക്കാൻ കൊടുക്കില്ല. അപ്പോൾ ഈ സമിതിയിൽ പ്രോജക്റ്റ് കൊടുത്തിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വാങ്ങിച്ചിട്ട് അത് മോണിറ്റർ ചെയ്തിട്ട് ആ വർക്ക് തീർക്കേണ്ടത് എം പിയുടെ ജോലിയാണ്. ഇപ്പോൾ ആ ഫണ്ട് വർഷം 5 കോടിയാണ് എം പിക്ക്. ഈ 5 കോടി ചിലവാക്കാൻ എം പിമാർ എന്തെല്ലാം ചെയ്തു എന്നുള്ളതിൻ്റെ രേഖയാണ് ഞാൻ സംഘടിപ്പിച്ചത്. അപ്പോൾ ഒരു എം പിയുടെ കാലാവധിയിൽ 25 കോടി രൂപ. 25 കോടി രൂപ. പക്ഷേ അത് ക്യാരി ഓവർ ചെയ്യും. ഇപ്പോൾ എറണാകുളത്ത് എം പി ആയിരുന്ന ആൾ, അയാൾ എം പി അല്ലാതെ ആയി എന്ന് വെച്ചോ. അയാൾ ഇരുന്ന സമയത്ത് ഈ 25 കോടിയിൽ 23 കോടിയെ അയാൾ ചിലവാക്കിയിട്ടുള്ളൂവെങ്കിൽ ബാക്കി 2 കോടി അടുത്ത എം പിയുടെ അക്കൗണ്ടിലേക്ക് മാറും. ലാപ്സ് ആവില്ല. തുക ഇങ്ങനെ കൂടി വരും, അല്ലെങ്കിൽ കുറഞ്ഞു. ഇത് രാജ്യസഭാ എം പിമാർക്കും ഉണ്ടല്ലോ. രാജ്യസഭാ എം പിമാർക്കും ഉണ്ട്. ഞാൻ ലോക്സഭ മാത്രമേ എടുത്തുള്ളൂ. കാരണം ലോക്സഭയിലെ സിറ്റിംഗ് എം പിമാരാണല്ലോ ഇപ്പം മത്സരിക്കുന്നത്. ഒരു രാജ്യസഭയിലെ മുൻ എം പി സുരേഷ് ഗോപിയുണ്ട്, രാജീവ് ചന്ദ്രശേഖർ ഒക്കെ രാജ്യസഭയാണ്. മുരളീധരൻ രാജ്യസഭ ഞാനങ്ങ് വിട്ടു. കാരണം ഒന്നാമത് രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണ്. ലോക്സഭയുമായിട്ട് മാച്ച് ചെയ്യുന്നതല്ല. അപ്പോൾ നമുക്ക് കൃത്യം ഒരു കമ്പാരിസൺ അതിൽ കിട്ടും. അതൊരു മണ്ഡലം കേന്ദ്രീകരിച്ചുമല്ല. ഇതും മണ്ഡലം കേന്ദ്രീകരിച്ചല്ല. അറിയാമോ, ഈ എം പി ഫണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു പോർഷൻ മണ്ഡലത്തിന് പുറത്ത് ചിലവാക്കാം, സ്റ്റേറ്റിന് പുറത്ത് ചിലവാക്കാം. അങ്ങനെയുണ്ട്. എം പി ലോക്സഭയിലെ അംഗമാണല്ലോ. ലോക്സഭയിലേക്ക് നിങ്ങൾക്ക് ഭാരതത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും മത്സരിക്കാം, തടസ്സമില്ല. അപ്പോൾ നാളെ നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ നിന്നോ കർണാടകത്തിൽ നിന്നോ ആണ് മത്സരിക്കാൻ നോട്ടമുള്ളത് എങ്കിൽ നിങ്ങളുടെ അയൽ സംസ്ഥാനമാണ്. എന്താണപ്പോൾ ഇത്ര വലിയ കാര്യം? ഇത് രാജ്യസഭ എം പി ആയിരുന്നു സുബ്രഹ്മണ്യൻ സ്വാമി. പുള്ളി കാസർഗോഡ് ഹൊസങ്കടിയിലൊരു റോഡുണ്ടാക്കി. രാജ്യസഭ എം പി അല്ല, ഇത് പൊതുവെ രാജ്യസഭ എം പിമാർക്ക് മാത്രമേ ഇങ്ങനെ കഴിയുള്ളൂ. അത് അങ്ങനെയല്ല, ലോക്സഭയിലും ചെയ്യാം. ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് അല്ല, അത് എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് വേറെ സ്ഥലത്ത് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയാണ് സുബ്രഹ്മണ്യൻ സ്വാമി ഈ റോഡ് പണിയത്. സ്വാമി പണിഞ്ഞ അതിനകത്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, കാസർഗോഡ് ഒരു ആശ്രമമുണ്ട്. ആശ്രമത്തിലേക്കുള്ള റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് നാശമായിട്ട് കിടക്കുന്നു. ഒരു 1.5 കിലോമീറ്ററുണ്ട്. അപ്പോൾ ഈ ആശ്രമത്തെ സഹായിക്കണം. എന്നാൽ ആശ്രമത്തെ സഹായിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ മുഴുവൻ മുസ്ലിം ഭൂരിപക്ഷമാണ് ചുറ്റും. അവർക്ക് അത്ര ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ പുള്ളിയുടെ ആൾക്കാരെ കൊണ്ട് ജില്ലാ പഞ്ചായത്തിനോടും പഞ്ചായത്തിനോടും ഒക്കെ സംസാരിച്ചിട്ട് അവർ സന്തോഷപൂർവ്വം സമ്മതിച്ചു, ചെയ്തോട്ടെ. അൾട്ടിമേറ്റ്ലി ഈ റോഡ് ചെന്ന് കയറുന്നത് ആശ്രമത്തിലാണ്, അവിടെയാണ് തീരുന്നത് റോഡ്. പക്ഷേ ഈ പോകുന്ന വഴിക്ക് മുഴുവൻ മുസ്ലിം ഫാമിലീസാണ്. അപ്പോൾ അതുകൊണ്ട് അവർ സമ്മതിച്ചു.
ഞാൻ അതിൻ്റെ ഉദ്ഘാടനത്തിന് പോയിരുന്നു. സ്വാമി വന്നു, ഞാൻ ആ ഉദ്ഘാടനത്തിന് പോയി. ഈ ആശ്രമത്തിനൊരു ഓഡിറ്റോറിയം ഉണ്ട്. ആ ഓഡിറ്റോറിയത്തിലാണ് അവരുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് മുസ്ലിമാണ്, അവിടുത്തെ MLA മുസ്ലിമാണ്, സകല മനുഷ്യരും മുസ്ലിമാണ്. ഈ സന്യാസിയും സ്വാമിയും ഒഴിച്ച് ബാക്കി സ്റ്റേജിൽ മുഴുവൻ മുസ്ലിംസാണ്. വലിയ സന്തോഷത്തിൽ അവർ ചെയ്തു. അപ്പോൾ അന്നാണ് ഞാനിത് അന്വേഷിക്കുന്നത്, ഇതിങ്ങനെ ചെയ്യാമോ, സ്റ്റേറ്റ് വിട്ട് ഒക്കെ ചെയ്യാമോ. അപ്പോൾ എൻ്റെ ധാരണ പുള്ളി നോമിനേറ്റഡ് MP ആയിരുന്നു, അതുകൊണ്ടുള്ള അങ്ങനെയല്ല. ഈ സാധാരണ ലോക്സഭാ MP-മാർക്കും ഇത് ചെയ്യാം. അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസി വിട്ട് ആ സംസ്ഥാനം വിട്ടും കുറച്ച് എമൗണ്ട് വേണമെങ്കിൽ ചെലവഴിക്കാം. ഏതായാലും നമ്മുടെ പ്രശ്നം അതൊന്നുമല്ല. ഇവരെന്ത് ചെയ്തു? ഈ കിട്ടിയ ഫണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന കടലാസ് 17/3/2024 അപ്ഡേറ്റ് ചെയ്തതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആണ്, കഴിഞ്ഞ ഞായറാഴ്ച. ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഡേറ്റിൽ അത് അപ്ഡേറ്റ് ചെയ്യുക, അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നതാണ്. കാരണം ഇവരുടെ എക്സ്പെൻസ് അനുസരിച്ച് ഇവർ കൊടുക്കുന്ന ഡോക്യുമെൻ്റ് അനുസരിച്ച് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഓരോ സ്റ്റേറ്റിൻ്റെയും. ഞാനെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അകാരാതി നമ്മുടെ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഡോക്ടർ MP അബ്ദുൽ സമദ് സമദാനി, ഇപ്പോൾ പൊന്നാനി മത്സരിക്കുന്നു. അന്ന് മലപ്പുറമായിരുന്നു. മലപ്പുറം ആണ് കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടോട്ടൽ എൻറ്റൈറ്റിൽമെൻറ്റ് 12 കോടി. 12 കോടിക്കുള്ള എൻറ്റൈറ്റിൽമെൻ്റ് ഉണ്ട് സമദാനിക്ക്. ടോട്ടൽ GOI റിലീസ് 2 കോടി. 2 കോടി കൊടുത്തു. 12 കോടി എലിജിബിലിറ്റി ഉണ്ട്, 2 കോടിയെ കൊടുത്തുള്ളൂ. ടോട്ടൽ റിലീസ് പെൻഡിങ് 10 കോടി. 12-ൽ 2 കൊടുത്തു, ബാക്കി 10 പെൻഡിങ്. ഈ പെൻഡിങ്ങിൻ്റെ കാരണം റീസൺസ് ഫോർ നോട്ട് റിലീസ്. എലിജിബിൾ, അർഹതയുണ്ട് അങ്ങേർക്ക്. MPR നോട്ട് റിസീവ്ഡ്. MPR എന്ന് പറഞ്ഞാൽ മന്ത്ലി പ്രോഗ്രസ് റിപ്പോർട്ട്, അത് കൊടുത്തിട്ടില്ല. പ്രൊവിഷണൽ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് പെൻഡിങ്. കൊടുത്ത 2 കോടി ഉപയോഗിച്ചതായിട്ടൊരു പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്, ഫൈനലല്ല അത്. പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, താൽക്കാലിക സർട്ടിഫിക്കറ്റ്, ഇത്രയൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്, ബാക്കി തീരാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സർട്ടിഫൈ ചെയ്തുകൊണ്ടുള്ളൊരു സാധനം. അത് ശരി, ചെയ്തിട്ടില്ല. മുടുക്കനാണല്ലോ. ഇതിന് ഡാഷ്ബോർഡുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ. വലിയ കാര്യമൊന്നുമല്ല. ആ ഡാഷ്ബോർഡിൽ എഴുതി ഇവർ ഡിജിറ്റൽ സിഗ്നേച്ചർ വിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇവർക്ക് വലിയ കാര്യം ഇത് വീട്ടിലിരുന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ മന്ത്ലി പ്രോഗ്രസ് റിപ്പോർട്ട്, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ്, എവറിത്തിങ് ക്യാൻ ബി ഡൺ ത്രൂ ദെയർ കമ്പ്യൂട്ടർ ബൈ സിറ്റിംഗ് ഇൻ ദെയർ ഹോം. ഇതിനു വേണ്ടി അവർ ഓടി നടക്കുകയൊന്നും വേണ്ട. ബട്ട് അത് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് 10 കോടി സമദാനിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് 12 കോടി ഉണ്ടായിട്ട് 10 കോടിയും മലപ്പുറംകാർക്ക് വേണ്ടി ഒരു പിണ്ണാക്കും ചെയ്യാതെ ചെയ്ത് 2ൻ്റെ കണക്ക് പോലും കൊടുക്കാതെ ഇരിക്കുന്ന മഹാനാണ് മലപ്പുറത്തെ സേവിച്ച് ഇനി പൊന്നാനിയെ സേവിക്കാൻ പോകുന്നത്. ഇത് പൊന്നാനിയിലെ സ്ഥാനാർത്ഥി ഇത് ചൂണ്ടിക്കാണിക്കേണ്ടതല്ലേ BJPയുടെ? ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ BJPക്ക് വികസനത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് കേരളത്തിലില്ല. അവരൊരിക്കലും ഭരണത്തിലായിരുന്നില്ല, ഇല്ലേ? അപ്പോൾ അവർക്ക് ഏറ്റുമാനൂർ പാലാ റോഡ് ഞങ്ങളുണ്ടാക്കിയ കണ്ടില്ലേ, കണ്ണാടി പോലെ മിനുങ്ങിയിരിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്കൊരു സാധനം ഇല്ല. അതെ. സോ മറ്റുള്ളവർക്ക് അവർ ഈ അവകാശവാദം പറയുമ്പോൾ നിങ്ങൾ പറയുക, ചേട്ടൻ വെറുതെ വെള്ളത്തിൽ കളഞ്ഞ കാശ് എത്രയാണ്? 2 കോടി തന്നു, അതിന് കണക്ക് പോലും കൊടുത്തില്ല. അതുകൊണ്ട് ബാക്കി 10 കോടി കിട്ടിയില്ല. ഏതായാലും പൊന്നാനിക്കാർ സമദാനിയെ 5 വർഷത്തോടെ ചുമക്കട്ടെ. അഡ്വക്കേറ്റ് അബ്ദുൾ മജീദ് ആരിഫ്, നമ്മുടെ AM ആരിഫ്, നമുക്ക് AM ആരിഫാണ് റെക്കോർഡിൽ. അഡ്വക്കേറ്റ് അബ്ദുൾ മജീദ് ആരിഫ്, ആലപ്പുഴ. ടോട്ടൽ എൻറ്റൈറ്റിൽമെൻറ്റ് 17 കോടി. ടോട്ടൽ റിലീസ് 7 കോടി. പെൻഡിങ് റിലീസ് 10 കോടി. അതിൻ്റെ കാരണം എലിജിബിൾ, MPR നോട്ട് റിസീവ്ഡ്, പ്രൊവിഷണൽ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് പെൻഡിങ്. ബെസ്റ്റ്. 10 കോടിയാണ് ആലപ്പുഴക്കാരുടെ. ആരിഫിൻ്റെ കെടുകാര്യസ്ഥത മൂലം 10 കോടി അവിടെ കിടക്കുന്നു. കൊടുത്ത 7 കോടി എന്ത് ചെയ്തു എന്ന് ഈ മഹാൻ അറിയിച്ചിട്ടില്ല, കണക്കുമില്ല. ഞാൻ അങ്ങേരെ അത് വെട്ടിച്ചു എന്നല്ല പറയുന്നത്, കണക്ക് കൊടുക്കണ്ടേ? അപ്പോഴല്ലേ ഇത് ക്ലോസ് ആകുമ്പോൾ അപ്പോൾ അവർ അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് റിലീസ് ചെയ്യും. അപ്പോൾ ആലപ്പുഴ ആകെ വികസിപ്പിച്ച് വല്ലാണ്ട് മാറ്റി വികസിച്ച് പൊട്ടിയിരിക്കുക അവിടെ ഇല്ല. അടുത്ത ആൾ അഡ്വക്കേറ്റ് അടൂർ പ്രകാശ്, ആറ്റിങ്ങൽ. അങ്ങേർക്കും 17 കോടി അർഹതയുണ്ട്. 7 കോടി കൊടുത്തു, 10 കോടി ഇനി കൊടുക്കാനുണ്ട്. എലിജിബിളാണ്. MPR നോട്ട് റിസീവ്ഡ്, പ്രൊവിഷണൽ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് പെൻഡിങ്. ഒരേ തൂവൽ പക്ഷികളാണ്. എന്ന് വെച്ചാൽ
ചെയ്തതിൻ്റെ കണക്ക് കൊടുക്കാൻ ചോദിക്കുമ്പോൾ കണക്കില്ല. അതുകൊണ്ട് ഇവർക്ക് അവകാശം പറയാനും പറ്റുന്നില്ല. ഗവൺമെൻറ് റിലീസ് ചെയ്ത് വെച്ചിരിക്കുക മണി. മാറ്റർ ഓഫ് ട്രാൻസ്ഫറിങ് ടു ജനങ്ങൾക്ക് അനുഭവിക്കാൻ വിധി. ഇനി ഇതിൽ സംഭവിക്കുന്നത് ഇവർക്ക് ഒരു പ്രോജക്റ്റ് എന്താണെന്നറിയില്ല, പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ അറിയില്ല, ആ പ്രോജക്റ്റ് റിപ്പോർട്ട് ജില്ലാ കളക്ടർ അടങ്ങുന്ന കമ്മിറ്റിക്ക് മുമ്പിൽ വെച്ച് സംസാരിക്കാൻ അറിയില്ല, അത് പാസ്സാക്കാൻ AS എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇവർക്കറിയില്ല, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറയും. ഈ സർക്കാരിൻ്റെ ചില വാക്കുകൾ അതിൻ്റെ ഫ്ലോ, സർക്കാർ യന്ത്രത്തിൻ്റെ ഫ്ലോ ഉണ്ടല്ലോ, അത് മനസ്സിലാക്കണമല്ലോ. ഇതിനൊരു 20 മിനിറ്റ്സ് ജില്ലാ കളക്ടറുമായിട്ട് ഇരുന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്, ആ AS വാട്ട് ഈസ് ദാറ്റ് മീൻ, എന്താ AS എന്ന് വെച്ചാൽ അത് ഇന്ന മാതിരിയാണ്, ഓക്കെ ഡൺ എന്ന് പറഞ്ഞ് ചെയ്യണ്ടേ? ഇല്ല. എന്നാൽ ഇവർക്ക് ഓഫീസ്, സംഗതി, ടെലിഫോൺ, ഫ്ലൈറ്റ് ഇതൊക്കെ ഫ്രീ ആയിട്ട് MP മാർക്ക് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയുണ്ട്, അവർക്കൊരു ഓഫീസുണ്ട്, അവരെ കൊണ്ട് ചെയ്യിച്ചാൽ മതി. ഇത് ചെയ്തിട്ടില്ല. അടൂർ പ്രകാശ്. പിന്നെ ഡീൻ കുര്യാക്കോസ്, അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, ഇടുക്കി. 17 ലക്ഷമാണ് എലിജിബിലിറ്റി. 17 കോടി. അതിൽ 7 കോടി റിലീസ് ചെയ്തു. സെയിം കഥ. 10 കോടി റിലീസ് ചെയ്യാനുണ്ട്. കഥ സെയിം. അടുത്തത് ഡോക്ടർ ശശി തരൂർ, തിരുവനന്തപുരം. വിശ്വമോരൻ. ഇതുപോലെ 17 കോടിക്ക് അർഹതയുണ്ട്, 7 കോടി റിലീസ് ചെയ്തു, 10 കോടി പെൻഡിങ് ഉണ്ട്. കഥ സെയിം. ശശി തരൂർ വിശ്വപൗരൻ, കണക്ക് കൊടുത്തിട്ടില്ല. 10 കോടി സ്വാഹ. 10 കോടി സ്വാഹയല്ല, ഈ കൊടുത്ത 7 കോടിയും സ്വാഹ. ഇത് ആർക്ക് പോയി എവിടെ പോയി കുരുങ്ങി, ഇത് അറിയണ്ടേ? ചുമ്മാതല്ല ഇവരിലെ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് ഒന്നിച്ചിരിക്കുന്നത്, എല്ലാം ഒരുപോലെയാണ്. ഞാനിത് ഒരു സിറ്റിംഗ് IAS ഓഫീസറോട് ചോദിച്ചു, സെർവിങ് IAS ഓഫീസർ, ഇപ്പോൾ സർവീസിലുണ്ട്, സഫീഷ്യൻ്റ്ലി സീനിയർ ഉണ്ട്. ഞാൻ പറഞ്ഞു, സാർ ഈ അറേഞ്ച്മെൻറ്റിൽ ഒരു ജില്ലാ കളക്ടർ വിചാരിച്ചാൽ ഇവരുടെ പ്രോജക്റ്റിന് പാര വയ്ക്കാൻ പറ്റില്ലേ? പുള്ളി പറഞ്ഞു, വയ്ക്കാൻ പറ്റും, പക്ഷേ എന്തിനു വയ്ക്കണം? വെറുതെ ജില്ലാ കളക്ടർ ഒരു തമാശയ്ക്ക് ഒരു പാര കയറ്റിയേക്കാം. അങ്ങനെ ജില്ലാ കളക്ടർ ചെയ്യില്ല. കഴിയുന്നത്ര ഇത് MP-യുടെ ഫണ്ടാണ്, അങ്ങേർക്ക് ഒരു പേര് കിട്ടുന്നത്. ഞാനായിട്ട് അതിന് തടസ്സം നിൽക്കേണ്ട. കാരണം ജില്ലാ കളക്ടറെ സമയത്തോളം ഇതിനകത്ത് പേര് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ഒന്നും ചെയ്യേണ്ട പ്രശ്നമില്ല. അങ്ങേർക്കൊരു താല്പര്യമില്ല. മോഹൻദാസ് പറഞ്ഞത് ശരിയാണ്, വേണമെങ്കിൽ 110 ഉടക്കിടാം. ഞങ്ങളുടെ ബ്യൂറോക്രസിയുടെ ഞങ്ങളൊരു കാര്യം നടക്കരുത് എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. ഞങ്ങൾ പല രീതിയിൽ അത് ടോർപ്പിഡോ ചെയ്യും. പക്ഷേ ഈ കാര്യത്തിൽ ടോർപ്പിഡോയുടെ ആവശ്യം വരുന്നില്ല. ആവശ്യമില്ല, കാരണം ഇവർ തന്നെ ജനങ്ങൾക്കുള്ള ഫണ്ട് ടോർപ്പിഡോ വെച്ചുകൊണ്ടിരിക്കും. പുള്ളി പറഞ്ഞു, ഇത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MP മാർക്കൊരു കൺസെപ്റ്റ് ഇല്ല. വികസനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല. വാട്ട് ഈസ് ദാറ്റ്, എന്താ വേണ്ടത് എന്ന് ഒരു കൺസെപ്റ്റ് ഇല്ല. എല്ലാവരുടെയും വികസനം എന്ന് പറഞ്ഞാൽ റോഡും 3-4 കെട്ടിടവും ഇതാണ്. പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്തിന് വലിയൊരു ബഹുനില കെട്ടിടം, ഇതാണോ പഞ്ചായത്തിൻ്റെ വികസനം? ബഹുനില കെട്ടിടം ആർക്കും, ജനങ്ങൾക്ക് എന്താ അതുകൊണ്ട് പ്രയോജനം? സോ ദേ ഹാവ് നോ കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്, സോ ദേ ആർ അണേബിൾ ടു ഗിവ് പ്രോജക്റ്റ്. പിന്നെ അവർക്ക് വേണ്ടി ജില്ലാ കളക്ടർ ഉറക്കം വിളിച്ചിരുന്ന് പ്രോജക്റ്റും കൂടെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്ത് ചെയ്യുക? അങ്ങനെ 110 പണി വേറെ ഇല്ല. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഇതൊക്കെ ചെയ്തിട്ടാണ് ഇവർ നാഷണൽ ഹൈവേ, വന്ദേ ഭാരതിനൊക്കെ ഫ്ലക്സ് വെക്കുന്നത്. അടുത്തത് രമ്യ ഹരിദാസ്. ഇത് തന്നെ പാട്ടുകാരി കുട്ടി. 17 കോടിക്ക് അർഹതയുണ്ട്, 7 കോടി കിട്ടി, 10 കോടി ബാലൻസ് നിൽക്കുന്നു. കണക്കില്ല. ഒരു കാര്യം, രമ്യ ഹരിദാസിൻ്റെ കോളത്തിൽ കാരണം ബ്ലാങ്കാണ്. എനിക്ക് തോന്നുന്നത് അത് ടൈപ്പ് ചെയ്ത് കയറ്റാൻ അവിടെ ഉള്ളവൻ്റെ ഇൻഎഫിഷ്യൻസി ആയിരിക്കും. ഇത് എല്ലാ കോളത്തിലും ഇത് തന്നെ ഇടാ, നീ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ വല്ലതും സംഭവിച്ചു കാണാം. ഏതായാലും ബ്ലാങ്കാണ് കിടക്കുന്നത്. ആൻ്റണി ഇതുപോലെ 17 കോടി, 7 കോടി കിട്ടി, 10 കോടി പെൻഡിങ്, MRP കൊടുത്തില്ല, പ്രൊഫഷണൽ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല. ആൻ്റണി. ബെഹനാൻ ബെന്നി ബെഹനാൻ എന്ന് നമ്മൾ പറയും, റെക്കോർഡിൽ അദ്ദേഹം ബെഹനാൻ ബെന്നിയാണ്, ചാലക്കുടി. 17 അർഹത, 7 കൊടുത്തു, 10 ബാക്കി, കാരണം ബ്ലാങ്ക്. മിക്കവാറും ഒരേ കാരണമാണ്. അടുത്തത് ET മുഹമ്മദ് ബഷീർ. നേരത്തെ പൊന്നാനി ആയിരുന്നു, ഇപ്പം മലപ്പുറം. അതുകൊണ്ട് പൊന്നാനി റെക്കോർഡിൽ കിടക്കുന്നു. 17 അർഹതയുണ്ട്, 7 കൊടുത്തു, 10 ബാക്കി, കാരണം MRP ഇല്ല, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല. K മുരളീധരൻ, വടകര. 17 അർഹത, 7 കൊടുത്തു, 10 ബാക്കി, കാരണം ബ്ലാങ്ക്. ഇതേ കാരണം തന്നെ. പിന്നെ കുഞ്ഞാലിക്കുട്ടി, 5 കോടിക്ക് അർഹത. കുഞ്ഞാലിക്കുട്ടിക്ക് സ്ഥലം വിട്ടില്ലേ?
തിരിച്ചു പോന്നു. ആ MP ആയിട്ടിരുന്നത് കേന്ദ്രത്തിനെതിരെയുള്ള പോരാട്ടം തിരിച്ച് ഇങ്ങോട്ട് വന്നു. 5 കോടിക്ക് അർഹത, 5 കോടിയും കൊടുത്തു. പെൻഡിങ് ഉള്ളത് 0. കാരണം പറഞ്ഞിട്ടില്ല. കാരണം 0 കാരണം പറയാനൊന്നുമില്ലല്ലോ. ഏറ്റവും മികച്ച ലിസ്റ്റിൽ മികച്ച MP കുഞ്ഞാലിക്കുട്ടിയാണ്. കാരണം ഒന്നും കിട്ടാനില്ല. എന്തായാലും കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഒരു കയ്യടി കൊടുക്കാം. പിന്നെ MK രാഘവൻ കോഴിക്കോട്, ഇത് തന്നെ 17 അർഹത, 7 കൊടുത്തു, 10 ബാക്കി. കാരണം ബ്ലാങ്ക് ആണ്. ഇതേ കാരണമായിരിക്കും. അവർ മടുത്തു. ശ്രീ NK പ്രേമചന്ദ്രൻ 17 കോടിക്ക് അർഹത, 9.5 കോടി റിലീസ് ചെയ്തു. എല്ലാവർക്കും 7 കൊടുത്തപ്പോൾ പ്രേമേന്ദ്രന് 9.5 റിലീസ് ചെയ്തു. ഒരു അന്തർധാരയുടെ മണം വരുന്നുണ്ടോ? കുറച്ചെങ്കിലും പണിയെടുത്ത് കാണും. അതായിരിക്കും. എന്തുമായിക്കോട്ടെ, 9.5 കൊടുത്തു, 7.5 കൊടുക്കാനുണ്ട്. ബാക്കി കൊടുക്കാത്തതിൻ്റെ കാരണം വ്യക്തമല്ല. ബ്ലാങ്കാണ് കിടക്കുന്നത്. ചിലപ്പോൾ അന്തർധാരയാവും. അന്തർധാര, അതാണ് ഞാൻ ഒരു ചെറിയ മണം പോലെ. പിന്നെ നമുക്ക് പരിചയമില്ലാത്തൊരു MP ആണ് രാഹുൽ ഗാന്ധി. നമ്മുടെ കണക്കിൽ വന്നു കഴിയുമ്പോൾ വയനാട്ടിലെ MP ആണ്, അല്ലാതെ വേറെ വലിയ ജീവിതത്വമൊന്നും ഇങ്ങനെയില്ല കണക്കിൽ. ബാക്കി നിങ്ങളുടെ വലിയ തമ്പുരാനായിരിക്കാം. എന്താ ഹിന്ദുക്കളെ മുഴുവൻ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ രാഹുൽ ഗാന്ധി വയനാട് 17 അർഹത, 7 കൊടുത്തു, 10 കൊടുക്കാനുണ്ട്. ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എലിജിബിൾ. MPR നോട്ട് റിസീവ്. മന്ത്രി പ്രോഗ്രസ് പോയിട്ട് രാഹുൽ ഗാന്ധി കൊടുക്കാൻ പ്രൊവിഷണൽ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് പെൻഡിങ്. എനിക്കിനി ഒന്നും പറയാനില്ല. ക്യാ ഹെ എന്ന് ചോദിക്കും. ഈ ചങ്ങായി ഇങ്ങനെയാണ് ബാക്കിയുള്ള കോൺഗ്രസ്സുകാരനെ നോക്കിയിട്ട് വല്ല കാര്യം കഴിഞ്ഞില്ല. സുരേഷ് കൊടിക്കുന്നിൽ മാവേലിക്കര, അദ്ദേഹവും 17 അർഹതയുണ്ട്, 7 കൊടുത്തിട്ടുണ്ട്, 10 ബാക്കിയുണ്ട്. കണക്കുമില്ല, കുമ്മട്ടിക്കായുമില്ല. പിന്നെ അവശേഷിക്കുന്ന തോമസ് ചാഴിക്കാടൻ കോട്ടയത്ത്, അതും ഇതേ കഥ. 17 അർഹത, 7 കൊടുത്തു, 10 ബാക്കി, കണക്കില്ല. ഇപ്പോൾ 16 പേരായി. ഇനി 4 കൂടെയുണ്ട്, വേഗം തീർത്തേക്കാം. ശ്രീ ഹൈബി ഈഡൻ എറണാകുളം 17 അർഹത, 7 കൊടുത്തു, 10 കൊടുക്കാനുണ്ട്. സ്വാഹ, കണക്കില്ല. ശ്രീ കുമ്പക്കുടി സുധാകരൻ, സുധാകരൻ, ഞാനിത് റെക്കോർഡിൽ ഇങ്ങനെയാണെന്ന് എനിക്കറിയാമല്ലോ കേട്ടോ. അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ശ്രീ കുമ്പക്കുടി സുധാകരൻ കണ്ണൂർ 17 അർഹത, 7 കൊടുത്തു, 10 കൊടുക്കാനുണ്ട്. കണക്കില്ല. മറ്റേതുമില്ല, കുമ്മട്ടിക്ക അതുമില്ല. കണക്കില്ലെങ്കിൽ കുമ്മട്ടിക്കെങ്കിലും കൊടുക്കണ്ടേ? എൻ്റെ ദൈവമേ. പിന്നെ ഉള്ളത് നമ്മളുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ്. 17, 7, 10 ബാക്കിയുണ്ട്. പിന്നെ മേൽവിലാസമില്ല. ശ്രീ TN പ്രതാപൻ തൃശ്ശൂർ. TN പ്രതാപൻ 17 അർഹതയുണ്ട്, 7 കൊടുത്തു, 10 ബാക്കി. കൊടുത്തതിൻ്റെ കണക്കില്ല. ഇത് പ്രതാപൻ്റെ ഇവിടെ എല്ലാം കണക്കിലുണ്ടല്ലോ. 22, 23, 21, 22 ഇതിൻ്റെയൊക്കെ കണക്കാണ് ഈ ബാക്കി കിടക്കുന്നത്. മുൻ വർഷത്തെ ഉണ്ട്. ഈ വർഷത്തെ ഞാൻ നോക്കിയിട്ട് 22, 23 കൂടുതലും പെൻഡിങ്. പിന്നെ 21, 22, 24 കണക്ക് അത് ചോദിച്ചിട്ടുമില്ല, ഇവർ കൊടുത്തിട്ടുമില്ല. ഏതായാലും നമ്മൾ ഈ പഴയ ഇൻസ്റ്റാൾമെൻ്റ് ഇട്ടാണ് ഈ കളിക്കുന്നത്. അതെ, ഈ പ്രേമചന്ദ്രൻ്റെയും കുഞ്ഞാലിക്കുട്ടിയുടെയും പേര് പറഞ്ഞ് നന്നായി. ഇല്ലെങ്കിൽ പറഞ്ഞേനെ എല്ലാം ഒരുപോലെ അത് ടെക്നിക്കൽ എററാണ് എന്ന് പറഞ്ഞേനെ. അത് പറയാൻ പറ്റില്ല. ചില ഇത് റീസൺ ഫോർ നോട്ട് റിലീസിന് ചില സ്ഥലത്ത് ഇവർ ബ്ലാങ്ക് ഇട്ടിട്ടുണ്ട്. ആ ബ്ലാങ്ക് എന്തുകൊണ്ടാണ് ഫില്ല് ചെയ്യാത്തതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അത് ഇവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് ഈ പ്രതിക്ക് കൊടുക്കണമല്ലോ. അത് കൊടുക്കാം നമുക്ക്. ഏതായാലും ബാക്കി റിലീസ് ചെയ്യാത്ത സ്ഥിതിക്ക് കണക്ക് കൊടുത്തില്ല എന്ന് വേണം വിചാരിക്കാൻ. ജനറലി അങ്ങനെ ഒരു ധാരണയിലെത്താം. കാരണം അതിന് തൊട്ട് മുമ്പുള്ള ആൾ, അതിന് ശേഷമുള്ള ആളൊക്കെ ഇതിങ്ങനെ അല്ല, രണ്ടുപേരെങ്കിലും രണ്ടുപേർ ഇവരിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് തെളിയിച്ചു. കുറച്ചെങ്കിലും കുഞ്ഞാലിക്കുട്ടി ടൈമിൽ 5 കോടി, പ്രേമേന്ദ്രൻ ഇവരെക്കാൾ ഭേദപ്പെട്ട് 2.5 കോടി കൂടുതൽ ചെലവഴിച്ചു. അല്ല, ചെലവഴിച്ചു എന്ന് പറയാൻ പാടില്ല, റിലീസ് ചെയ്തു. ഈ കണക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോഴേ ചെലവഴിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് മറ്റുള്ളവർക്കെല്ലാം 7, ഇവിടെ 9. ശരി, ഞാൻ സുനിലിന് 10 രൂപ തരുന്നു. 10 രൂപ ഞാൻ കൊടുത്തു എന്ന് എഴുതി വയ്ക്കും.
സുനിൽ അത് ചിലവാക്കുന്നുണ്ടാകാം, എന്തൊക്കെ ആയിക്കോട്ടെ, അതിൽ 9 രൂപ ചിലവായി, ബാക്കി 1 രൂപ ദേ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സുനിൽ കണക്ക് ക്ലോസ് ചെയ്യുമ്പോഴാണ് സുനിൽ 9 രൂപ ചിലവാക്കി എന്നെനിക്ക് പറയാൻ പറ്റുള്ളൂ. കണക്ക് കിട്ടാത്തിടത്തോളം കൊടുത്തു എന്നല്ലേ എഴുതി വയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയാണെങ്കിലും പ്രേമചന്ദ്രനാണെങ്കിലും മഹാന്മാരാണ് എന്ന് പറയണമെങ്കിൽ ഈ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അതല്ലെങ്കിൽ ഈ കോളം ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിയുടെയും ബ്ലാങ്കാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ കാരണം ബ്ലാങ്കാണ്. അതെ, ഫണ്ട് കുഞ്ഞാലിക്കുട്ടിക്ക് 5 കോടിയെ കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. 5 കോടിയും റിലീസ് ചെയ്തു. ആ 5 കോടി എന്ത് ചെയ്തു എന്നറിയില്ല. അല്ല, എന്തായാലും പണം അവിടെ കിടക്കുന്ന പൈസ വാങ്ങുകയെങ്കിലും ചെയ്തല്ലോ. വാങ്ങി. അതാണ് ഇത്. ഈ മഹാന്മാർ അങ്ങനെയല്ല, വാങ്ങിയിട്ടേ ഇല്ല, പകുതി പോലും വാങ്ങിയില്ല. അല്ല, വാങ്ങാൻ ഇവർക്ക് പറ്റില്ല എന്ന്. 17 കോടി കൊടുക്കാനുണ്ട്, അതിൽ 7 കൊടുത്തു. ഈ കൊടുത്ത 7 എന്തിന് ചിലവാക്കി എന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊടുത്താലല്ലേ അടുത്തത് തരുള്ളൂ. അതുകൊണ്ട് ഇവർ വിചാരിച്ചാൽ പോലും വാങ്ങാൻ പറ്റില്ല. വാങ്ങാൻ പറ്റുമായിരുന്നെങ്കിൽ ഇവർ മേടിച്ചെടുക്കില്ല. ആദ്യം കാശിങ്ങി പോരട്ടെ, കണക്കൊക്കെ പിന്നെ തരാമെന്ന് പറയും. നമ്മുടെ ആൾക്കാരല്ലേ. ഞാൻ ഇത് പറയുന്നത്, ഒന്ന്, ഡെവലപ്മെൻറ്റിൽ ഈ പറഞ്ഞ MP-ക്കോ MLA-ക്കോ പങ്കില്ല. അങ്ങനെയാണ് MP ലാഡ്സ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് ഉണ്ടായിരിക്കുന്നത്. എൻ്റെ സുനിലെ എനിക്കൊരു അബദ്ധം പറ്റി. 5-10 വർഷം മുമ്പോ മറ്റോ ആണ്. ഒരു തെരഞ്ഞെടുപ്പിന് ഒരു സ്ഥാനാർത്ഥി എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. ഒരു ഹോൾ മീറ്റിംഗ് ആണ് ചേട്ടൻ ആൾക്കാരെ ഒന്ന് ഉദ്ബുദ്ധരാക്കണം. എനിക്ക് അതിനൊന്നും ത്രാണിയില്ല. ഒന്നുമില്ല, ചേട്ടൻ തന്നെ വരണം, മര്യാദക്കാരാണ്, ഇതാണ് ഹോൾ മീറ്റിംഗ് ആണ്, ഒരു കഷ്ടിച്ച് 100 പേരെ ഉണ്ടാവുള്ളൂ. ഞാൻ ശരിയാണ്, മാന്യന്മാരാണ് ഇരിക്കുന്നവരെല്ലാം. ഞാനിത് പറഞ്ഞു. ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണോ പ്രസംഗിക്കാൻ വന്നിരിക്കുന്നത്, ആ MLA-ക്കടക്കം വികസനത്തിൽ യാതൊരു പങ്കുമില്ല. ഭാഗ്യത്തിനായി യോഗത്തിൽ MLA ഇല്ല, അങ്ങേരെ ഉണ്ടായിരുന്നില്ല. അങ്ങേരുടെ അഭ്യുദയകാംക്ഷികളാണ്. എല്ലാവരും വിഷമിച്ചു. എന്നോട് അവർക്ക് പറഞ്ഞു നിൽക്കാനും പറ്റുന്നില്ല. കാരണം ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന പല ബ്യൂറോക്രാറ്റ്സും ഉണ്ട്, റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ. അവർക്കറിയാം ഇവർക്ക് യാതൊരു പങ്കുമില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അല്ലെങ്കിൽ KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിക്കാൻ ഇവർക്ക്. MLA ആണ്, ഞാൻ MP ആണ്. അതെ, അവിടെ കറണ്ട് പോയിട്ട് 3 ദിവസമായി, മറ്റിടത്തെ ട്രാൻസ്ഫോർമർ ശരിയാക്കുന്നു. അത് എഴുതിയിട്ടുണ്ട് സാർ, സാങ്ഷൻ വന്നിട്ടില്ല. ഇവിടെ ഒരു കലുങ്ക് തകർന്ന് കിടക്കുന്നില്ല. സാറേ, അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് അയച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് AS വരണം. AS വരാനായിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ചീഫ് എഞ്ചിനീയറെ കണ്ടിരുന്നു. അപ്പോൾ ഉടനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് സാർ. ഇത്രയൊക്കെ ഇവർക്ക് പറ്റുള്ളൂ. ഇത് കവിഞ്ഞ് ഇവർക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ല. ബട്ട് ദേ ഹാവ് മണി വിത്ത് ദം according to this, for which there are formalities which can be very fast ആയിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവർ ചെയ്തത് എന്താണെന്നറിയാമോ? കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ തട്ടിപ്പാണ് ഈ വെയിറ്റിംഗ് ഷെഡ് പണിയും ഹൈമാസ്റ്റ് വിളക്കും. ഈ ഹൈമാസ്റ്റുകാർ ബുദ്ധിയുള്ളവരാണ്. അവർ ഈ MP-മാരെ സമീപിക്കും. അവർ പറയും, സാർ പ്രോജക്റ്റ് റിപ്പോർട്ട് സംഗതിയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിത്തരാം. ജില്ലാ കളക്ടറുടെ കമ്മിറ്റി അപ്രൂവ് ചെയ്യുന്ന ഫോമിൽ ഡീസൻ്റായിട്ട് റെഡിയാക്കി സ്പൈറൽ ബൈൻഡൊക്കെ ചെയ്തിട്ട് അവർ പ്രോജക്റ്റ് റിപ്പോർട്ട് 10 കോപ്പി റെഡിയാക്കി കൊടുക്കും. സാർ ഇത് വെച്ച് പാസ്സാക്ക്, ഞങ്ങൾക്ക് കോൺട്രാക്റ്റ് ഇതാ, ഞങ്ങൾ ഈ ഹൈമാസ്റ്റ് ഇതിന് വലിയ ഇതൊന്നും വേണ്ടല്ലോ. അവിടെ ഒരു കുഴി കുത്തുക, കോൺക്രീറ്റ് ചെയ്യുക, നട്ടും ബോൾട്ട് ഇട്ട് ഇറക്റ്റ് ചെയ്യുക, ഒരു ലൈറ്റ് ഇടുക, കഴിഞ്ഞു. അവിടെ അത് വേണ്ടതാണോ വേണ്ടാത്തതാണെന്ന് ആരും നോക്കി, നാട്ടുകാരും പേര് കിടക്കട്ടെ ഒരു ലൈറ്റെന്ന് നാട്ടുകാരും വിളിച്ചല്ലേ. അതുപോലെയാണ് വെയിറ്റിംഗ് ഷെഡ്. ഹോണെന്ന് പറഞ്ഞ് പ്ലാസ്റ്റിക്കോ എന്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വട്ടത്തിൽ നീളത്തിലൊക്കെ വെച്ചിട്ട് ഇരിക്കാനും വലിയൊരു പൈപ്പാണ്. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഈ പൈപ്പിലിരിക്കുന്നത് എങ്ങനെയാണ്. ഈ പുറകുവശത്ത് ഒരുപാട് മാംസമൊക്കെ ഉള്ളവർക്ക് അതിലിരിക്കാൻ പറ്റും. എന്നെ പോലുള്ള ഇത് ഈ എല്ല് പിന്നെ എന്ത് വാങ്ങിക്കോട്ടെ അത് ചെയ്യാം. അതിനും ഇതുപോലെയാണ് കൃത്യം. ഇത്രയടി നീളം, ഇത്രയടി വീതി, അതിൻ്റെ ഡിസൈൻ സംഗതി, പ്രോജക്റ്റ് റിപ്പോർട്ട് റെഡി. അതുകൊണ്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നോക്കിയോ ഇവന്മാർ വെയിറ്റിംഗ് ഷെഡും ഹൈമാസ്റ്റ് ലൈറ്റുമാണ് പണിഞ്ഞിരിക്കുന്നത്. പിന്നെ പണിയുന്നത് ഈ സ്കൂളിലെ മൂത്രപ്പുര. മൂത്രപ്പുരയ്ക്ക് ചിലവ് കുറവാണ്. ഈ മൂത്രപ്പുര പണിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കയറാൻ പറ്റാത്തതുകൊണ്ട് പിള്ളേരെല്ലാം പുറത്ത് മൂത്രം ഒഴിക്കുകയും ചെയ്യും. ഇതവിടെ കിടന്നോളും, ആർക്കും ശല്യമില്ല. എന്നിട്ട് അതിൽ ഇതിനേക്കാൾ വരെയേക്കാൾ വലിയ പണിപ്പുര ഉണ്ടാക്കിയിട്ട് പേരെഴുതി വയ്ക്കും. അതാണ് ഒരാൾ സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തിട്ട് സുപ്രീം കോടതി എന്ത് തെമ്മെടുത്തിട്ടാണ് പേരൊക്കെ എടുത്ത് കളയാമെന്ന് പറയും. ഡൽഹിയിൽ മാത്രം അവിടെ ഇവിടെ കുറച്ചെടുത്ത് കളഞ്ഞു. അത് സുപ്രീം കോടതി ആരും മൈൻഡ് ചെയ്യുന്നു.
സുപ്രീം കോടതി വിചാരിക്കുന്നത് അവരൊരു ഉത്തരവിട്ട് കഴിഞ്ഞാൽ നാട് മുഴുവൻ നടപ്പാക്കിയതാ. ഒന്നുമില്ല. സുപ്രീം കോടതി അവിടെ ഡൽഹിയിലല്ലേ ഇരിക്കുന്നത്, അവൻ പോകാൻ പറയാൻ പറഞ്ഞിട്ട് ആളുകൾ ഇത് ചെയ്തു. അപ്പോൾ സുപ്രീം കോടതി എന്തോ മഹാകാര്യം ചെയ്യുന്നു എന്നുള്ള സംതൃപ്തി അവർക്ക്. സുപ്രീം കോടതി എവിടെയാണെന്നുള്ളത് മൈൻഡ് ചെയ്യാതെ ജനങ്ങൾ അവരുടെ പാട്ടിനും പോകുന്നു. അതുകൊണ്ട് പേരൊക്കെ വിടുക. ഈ കണക്ക് ഞാൻ അപേക്ഷിക്കുന്നത് എൻ്റെ BJP സുഹൃത്തുക്കൾ, അവരുടെ നിങ്ങൾ ഇതാണല്ലോ, ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യില്ല, മാന്യമായ അവർക്ക് MP ഇല്ല, ചെയ്യുള്ളൂ, അവർക്ക് MP ഇല്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. അതൊരു പ്രത്യേക അഡ്വാൻറ്റേജാണ്. അതുകൊണ്ട് ഈ MP മാരോട്, ഈ കോൺഗ്രസ്സിലെ 19 പേരോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ എനിക്കതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. ഇത് ധൈര്യമായിട്ട് ചോദിക്കുക. TGയുടെ ആഗ്രഹം നടക്കുമെന്ന് ഞാൻ കരുതത്തില്ല. പക്ഷേ ജനങ്ങൾ കരുതട്ടെ. കാരണം ഇതിൽ 2 പേരൊഴികെ എല്ലാവരും വീണ്ടും മത്സരിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ സുനിൽ, ഇപ്പോൾ സംഭവിക്കുന്ന കേരളത്തിലെ സകല രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകർക്ക് നേതൃത്വത്തിൽ എന്തോ ഒക്കെ സംശയങ്ങളുണ്ട്. 100% വിശ്വാസമില്ല, ട്രസ്റ്റ് വേണമില്ല, അതില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ തമ്മിൽ ഒരു അന്തർധാരയുമുണ്ട്, അഥവാ അന്തർധാരയുണ്ട് എന്ന് സംശയിക്കത്തക്ക സാഹചര്യങ്ങളുമുണ്ട്. ദിസ് ഈസ് ദ സിറ്റുവേഷൻ ഇൻ കേരള. ഞാൻ അക്രോസ് പാർട്ടി പറയുകയാണ്. ഞാൻ പ്രവർത്തകർ എന്ന് പറയുന്നത് 100% കമ്മിറ്റ്മെൻറ്റുള്ള പ്രവർത്തകരില്ല. കാരണം അവർക്ക് അവരുടെ നേതാവിനെ അത്ര വിശ്വാസം പോരെ. ഇയാൾക്ക് വേണ്ടി പ്രാണം കളഞ്ഞിട്ട് പ്രയോജനമുണ്ടോ എന്നൊരു സംശയം എല്ലാ പാർട്ടികളിലെയും എല്ലാ പ്രവർത്തകർക്കും ഉണ്ടായിരിക്കുന്നു. അതായത് രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളുടെ വിശ്വാസ്യത വല്ലാതെ പോയിരിക്കുന്നു. എനിക്കറിയാവുന്ന രാഷ്ട്രീയ നേതാക്കളോട് ഞാനിത് പറഞ്ഞു. യുവർ ക്രെഡിബിലിറ്റി ഈസ് ഗോയിങ് ടു റോക്ക് ബോട്ടം. എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ആലോചിക്കുക. നിങ്ങളുടെ മറവിൽ നിങ്ങൾ പോയി കഴിയുമ്പോൾ ചായക്കടയിൽ നടക്കുന്ന വർത്തമാനം കേൾക്കുന്നവനാണ് ഞാൻ, പെട്ടിക്കടയിലെ വർത്തമാനം, പ്രൈവറ്റ് ബസ്സിലെ വർത്തമാനം, ഇത് കേൾക്കുന്നവനാണ് ഞാൻ. നിങ്ങളുടെ മുമ്പിൽ എല്ലാവരും പഞ്ചപക്ഷടക്കി നിൽക്കും. എവിടെയെങ്കിലും ഇപ്പോൾ രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ VD സതീശൻ കയറും, ഞാനും എണീറ്റിരിക്കും, സാർ ഇരിക്കുക എന്നൊക്കെ പറയും, എൻ്റെ ചായ അത് സാറിന് കൊടുക്കുക എന്നൊക്കെ പറയും. ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വണ്ടി കയറി പോയി കഴിയുമ്പോൾ നടക്കുന്ന വർത്തമാനം അത് പുറത്ത് പറയാൻ കൊള്ളില്ല. ഇത് ഞാൻ ഒരുപാട് രാഷ്ട്രീയ നേതാക്കളോട് പറഞ്ഞു. അവർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ, അല്ലെങ്കിൽ വരുന്നത് വരും. ഏതായാലും TG പറഞ്ഞ കണക്കുകളും കാര്യങ്ങളും കേൾക്കേണ്ട കാതുകളിൽ എത്തട്ടെ, അവർ ചിന്തിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.